നിലമ്പൂർ ഇലക്ഷന് തലേന്ന് നടന്ന ചർച്ചകൾ ഒന്ന് വർഗീയ കക്ഷികളെ കൂട്ടുപിടിക്കുന്ന മുന്നണികൾ എന്നതായിരുന്നു വിഷയം. അതിൽ കോൺഗ്രസും CPM-ഉം പരസ്പരം ചെളിവാരി എറിയുന്നു. രണ്ടു കൂട്ടരും മനഃപൂർവ്വം അല്ലെങ്കിൽ ബോധപൂർവം RSSനെ ജമായത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടുമായി കൂട്ടിക്കലർത്തി പറയുന്നു. കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യയിൽ ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിയുടെ മാതൃസംഘടനയാണ് RSS എന്ന കാര്യം ഇവർ പരസ്പരം മറക്കുന്നു. എന്ത് വർഗീയ പ്രവർത്തനമാണ് RSS മൂലം ഇന്ത്യയിൽ ഉണ്ടായത്? അത് എവർ പറയാം. രണ്ടു കൂട്ടരും കാലണ സമൂഹത്തിന് വിലയില്ലാത്ത വർഗീയത എടുത്തിട്ട് അലക്കുന്നു. ഒരു കാര്യം വ്യക്തമാണ്, ഇത്രയും നാൾ ഭരിച്ച ഇടതു വലതു മുന്നണികൾ നിലമ്പൂർ എന്നല്ല എങ്ങും ഒരു ചുക്കും ചെയ്തില്ല. BJPയുടെ ശ്രീ പത്മനാഭന്റെ വാദം കേൾക്കുക. വികസനങ്ങൾ അക്കമിട്ട് അദ്ദേഹം പറയുന്നു. ചർച്ചയിൽ അദ്ദേഹം വേറിട്ട് നിൽക്കുന്നതും അതുകൊണ്ട് തന്നെ. എത്ര മനോഹരമായിട്ടാണ് ചരിത്ര സത്യങ്ങളെ ആരോപണങ്ങളാക്കി ഇടതു വലതു മുന്നണികൾ മാറ്റുന്നത്. ശ്രീ MP ഗോവിന്ദൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പരിണിത പ്രജ്ഞനായ ഒരു പൊതുപ്രവർത്തകനാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹം CPM-ന്റെ നേതാവാണെങ്കിൽ പോലും അദ്ദേഹം ആ അളവിൽ വ്യക്തിപരമായും അദ്ദേഹത്തിന്റെ ചരിത്രബോധത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ സ്വീകാര്യനും മതിപ്പുളവാക്കുന്ന ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള വ്യക്തിത്വത്തിന്റെ ഉടമയുമാണ്. അപ്പൊ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു തൊട്ടു തലേ ദിവസം അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രം വോട്ടെടുപ്പിന് ശേഷിക്കുന്ന ഒരു ഘട്ടത്തിൽ അവധാനതയില്ലാതെ എന്തെങ്കിലും പറയും എന്ന് നമ്മൾ സാധാരണഗതിയിൽ വിചാരിക്കേണ്ടതില്ല. പക്ഷെ ഇവിടെ അങ്ങനെ പറഞ്ഞു പോയോ? കഴിഞ്ഞ ദിവസത്തെയും ഈ ദിവസത്തെയും പ്രസ്താവനകൾ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കുന്നു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അഥവാ CPIM-ന്റെ നേതൃപദവി അലങ്കരിച്ചിരുന്ന EMS-ന്റെ പ്രതികരണം എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ അസ്തിത്വത്തെ പണയം വെച്ച് ഞങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കില്ല, പക്ഷെ നിങ്ങളുമായി എല്ലാ കാര്യങ്ങളിലും വിയോജിക്കുമ്പോൾ ഒരു കാര്യത്തിൽ യോജിപ്പുണ്ട്. എന്താണ് ഒരു കാര്യം? ആ ഒരു കാര്യം എന്ന് പറയുന്നത് ജർമ്മൻ ഹിറ്റ്ലറെ അനുസ്മരിപ്പിക്കുന്ന ഭരണം ഇന്ത്യയിൽ നടത്തുന്ന വനിതാ ഹിറ്റ്ലറിൽ നിന്നും ഇന്ത്യ മോചിപ്പിക്കപ്പെടണം. ഇന്ത്യയിൽ അങ്ങനെയാണ് ജനതാ പാർട്ടിയുമായി CPM ഭാഗമാകുന്നത്. ആ ജനതാ പാർട്ടിയുമായുള്ള സഹകരണമാണ് പാർട്ടി സെക്രട്ടറി ഉദ്ദേശിച്ചത് എന്നുമാണ്. ആരാണ് യഥാർത്ഥത്തിൽ RSSുമായി സഹകരിച്ചിട്ടുള്ളത്? RSS ആരോടൊക്കെയാണ് സഹകരിച്ചിട്ടുള്ളത്? ഈ വിവാദം നിലമ്പൂരിൻ്റെ പശ്ചാത്തലത്തിലാണെങ്കിൽ ഇത് കേവലം അനാവശ്യമായ ഒരു തട്ടിപ്പ് വിവാദമാണ്. കാരണം നിലമ്പൂരിൽ ചർച്ച ചെയ്യേണ്ടത് 1977-ലെയോ 1980-ലെയോ തെരഞ്ഞെടുപ്പല്ല. നിലമ്പൂരിൽ ചർച്ച ചെയ്യേണ്ടത് നിലമ്പൂരിലെ താലൂക്ക് ആശുപത്രിയുടെ ശോചനീയാവസ്ഥ, നിലമ്പൂരിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ, വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന നിലമ്പൂരിലെ ഗവൺമെൻറ് കോളേജിൻ്റെ ശോചനീയാവസ്ഥ, നിലമ്പൂരിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ജനുവരി മാസം ആവുമ്പോഴേക്കും ആരംഭിക്കുന്ന കുടിവെള്ള പ്രശ്നം, പിന്നെ നിലമ്പൂരിലെ ആദിവാസികൾക്ക് ചാലിയാർ കടക്കാൻ ഇന്നും മുളകൾ കൂട്ടിക്കെട്ടി ചങ്ങാടമുണ്ടാക്കേണ്ട ഗതികേട്, ഇതൊക്കെയാണ് നിലമ്പൂരിൽ ചർച്ച ചെയ്യേണ്ടത്. പക്ഷെ ഇത് ചർച്ച ചെയ്താൽ ഈ രണ്ട് മുന്നണികളുമാണ് മാറി മാറി ഈ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിൽ പോയത്. അതിൽ ആര്യാടൻ മുഹമ്മദിന് ഒരു പ്രത്യേക ഒരു വിശേഷതയുണ്ട്. കാരണം അദ്ദേഹം ഐക്യമുന്നണിയുടെ പ്രതിനിധിയായിട്ടും ഇടതുമുന്നണിയുടെ പ്രതിനിധിയായിട്ടും അദ്ദേഹം ജയിച്ചിട്ടുണ്ട്. 1980-ലെ തെരഞ്ഞെടുപ്പിൽ ശ്രീ ഹരിദാസ് ജയിച്ച് 10 ദിവസം കഴിഞ്ഞപ്പോൾ രാജിവെപ്പിച്ച് ബൈ ഇലക്ഷൻ ഉണ്ടാക്കി ആര്യാടൻ മുഹമ്മദ് ജയിച്ച് നായനാർ മന്ത്രിസഭയിൽ മന്ത്രിയായതാണ്. കുഞ്ഞാലി കൊലക്കേസിൽ ആര്യാടൻ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ അതേ ഇടതുമുന്നണി മാർക്സിസ്റ്റ് പാർട്ടി സ്വന്തം മന്ത്രിസഭയിൽ ആര്യാടനെ മന്ത്രിയാക്കുകയും ചെയ്തു. ഇവരൊക്കെ കൂടി ഭരിച്ച് ഇവരൊക്കെ കൂടി നിലമ്പൂരിനെ നിയമസഭയിൽ പ്രതിനിധീകരിച്ച് വികസിപ്പിച്ച് ആദിവാസികൾ ഇന്നും മുളയുടെ ചെങ്ങാടത്തിലാണ് അക്കരെ കിടക്കുന്നത്. താലൂക്ക് ആശുപത്രിയുടെ കാര്യം പോക്കാണ്. നിലമ്പൂരിൽ നാളെ ഏതെങ്കിലും ഒരു പ്രമുഖ വ്യക്തി കുഴഞ്ഞു വീണാൽ, ഇലക്ഷനൊക്കെ ആണല്ലോ, അങ്ങോരെ കൊണ്ടുപോകണം എവിടേക്ക്? ഒന്നുകിൽ 60 കിലോമീറ്റർ ദൂരമുള്ള പെരിന്തൽമണ്ണ ആശുപത്രിയിലേക്ക്, 80 കിലോമീറ്റർ ദൂരത്തുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക്. ഇപ്പം ഇതാണ് നിലമ്പൂരിൻ്റെ അവസ്ഥ. ഇത് പറഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും ക്ഷീണമാണ്. ഇപ്പം 4ാമതായി മത്സരിക്കുന്ന അൻവറിനും ക്ഷീണമാണ്. കാരണം 9 വർഷം കൊണ്ട് അങ്ങോട്ട് ഒരു ചുക്കും ചെയ്തിട്ടില്ല. അപ്പം ഇതൊന്നും ചർച്ച ചെയ്യാതെ അതിനിടയ്ക്ക് വന്ന ജമാഅത്തെ ഇസ്ലാമി വിവാദം, ഐക്യമുന്നണി ജമാഅത്തെ ഇസ്ലാമിയുമായി സന്ധിയിലായി. PDP പീഡിപ്പിക്കപ്പെട്ട പാർട്ടിയാണ് എന്ന് പറഞ്ഞ് ഗോവിന്ദൻ മാഷ് അതിനെ ന്യായീകരിച്ചു. PDPയുടെ പേരിൽ എന്തെങ്കിലും കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്ന് അദ്ദേഹം ശ്രമിച്ചു. ഇതുണ്ടാക്കിയ ഒരു ജാള്യത, അതല്ലെങ്കിൽ ഇതുണ്ടാക്കിയ നാണക്കേടിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഇവർ പരസ്പരം ഉന്നയിക്കുന്ന ആരോപണ പ്രത്യാരോപണങ്ങൾ മാത്രമാണ് ഇത്.
ഇനിയിപ്പോൾ താങ്കൾ ചോദിച്ചല്ലോ, അപ്പം നിങ്ങളെപ്പോലുള്ള പത്രക്കാർക്ക് പോലും നിലമ്പൂരിലെ വികസന വിഷയങ്ങളിൽ വലിയ താല്പര്യമില്ല. അപ്പം നമ്മൾ വിചാരിച്ച നിവൃത്തിയില്ല. ഞാൻ ഒന്നാമത്തെ ദിവസം മുതൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളാണ്. അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യം ഏതായാലും താങ്കൾ എന്ന് താങ്കൾ പറഞ്ഞ ആരോപണത്തിന് അടിവര ഇടുന്നുണ്ടോ ശ്രീ പത്മനാഭൻ? ഒരു മിനിറ്റ് കൂടി. അല്ല, ഞാൻ ചരിത്രം പറയുമ്പോൾ താങ്കൾ വർത്തമാനത്തിലേക്ക് വരികയാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ. 1977 CPM-ഉം ജനതാ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കി മാരാർജി പുതുമയിൽ മത്സരിക്കുമ്പോഴും മാരാർജി RSSകാരനാണ്. അന്ന് മഞ്ചേശ്വരത്ത് മത്സരിച്ചത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശങ്കർ അൽവയാണ്, അദ്ദേഹം RSSകാരനാണ്. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് വണ്ടൂർ മത്സരിച്ച ഗോപാലേട്ടൻ, അദ്ദേഹവും RSSകാരാണ്. ഇനി 77 കഴിഞ്ഞ് 80 എത്തി, കൈപ്പത്തിയുടെ കരുണാകരൻ്റെ കൂടെ സഖ്യമുണ്ടാക്കി രാജഗോപാൽ കാസർഗോഡ് മത്സരിക്കുമ്പോൾ അദ്ദേഹം RSSകാരനാണ്. ശ്രീ KG മാരാർ പെരിങ്ങുളത്ത് മത്സരിക്കുമ്പോൾ അദ്ദേഹം RSSകാരനാണ്. അവരൊന്നും RSS വിട്ടിട്ടില്ല, 77-ലും വിട്ടിട്ടില്ല, 80-ലും വിട്ടിട്ടില്ല. പാർട്ടി വളരാൻ തന്നെ കാരണം, അതായത് സർക്കാർ വീഴാൻ തന്നെ കാരണം എന്താണ്? ഇരട്ട മെമ്പർഷിപ്പ്, ഡ്യുവൽ മെമ്പർഷിപ്പ്. പറയാൻ ഒറ്റ മിനിറ്റ് കൂടി. ഡ്യുവൽ മെമ്പർഷിപ്പിന്റെ പേരിലാണ് ജനതാ പാർട്ടി വളരാൻ കാരണം. സർക്കാർ, മൊറാർജി സർക്കാർ വീഴാൻ കാരണം ഡ്യുവൽ മെമ്പർഷിപ്പാണ്. അതായത് ഇവര് ഈ RSS പോകരുത്, RSSുമായുള്ള ബന്ധം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ അടൽജിയും അഡ്വാനിജിയും പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. അപ്പൊ ഭാരതത്തിൽ ശ്രീ MP ഗോവിന്ദ പറഞ്ഞ പോലെ RSSുമായുള്ള സഹകരണം എന്നുള്ളത് തന്നെയാണ് തത്വത്തിൽ ശരി എന്നാണ് താങ്കൾ പറയുന്നത്, അല്ലേ? എനിക്കറിഞ്ഞുകൂടാ. ആയിക്കോട്ടെ, അതിൽ ജയിക്ക് മറുപടി പറഞ്ഞോട്ടെ. ഞാൻ ഇപ്പോഴത്തെ ആരോപണത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. നിലമ്പൂരിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി ദുർബലനാണ് താരതമ്യേന. നിങ്ങൾക്ക് മത്സരിക്കാൻ തുടക്കത്തിൽ താല്പര്യമില്ലായിരുന്നു, പിന്നീട് ഒരാളെ വോട്ടുമറിക്കാനായി നിർത്തി എന്നൊക്കെയാണ് പടച്ചുവിടുന്ന ആരോപണങ്ങൾ UDF കേന്ദ്രങ്ങളിൽ നിന്ന്. അതിനോട് ചേർത്ത് വയ്ക്കുകയാണ് ഇപ്പോഴത്തെ MP ഗോവിന്ദന്റെ കമന്റ്. ശ്രീ പത്മനാഭൻ, അല്ല അതെന്താ അറിയോ നിലമ്പൂരിലെ സർക്കാർ കോളേജിന്റെ അവസ്ഥ, നിലമ്പൂരിലെ റോഡിന്റെ ശോചനീയാവസ്ഥ, കുടിവെള്ള പ്രശ്നം, നിലമ്പൂരിലെ സർക്കാർ ആശുപത്രിയുടെ അവസ്ഥ, ആദിവാസികളുടെ അവസ്ഥ, ഇതിനൊക്കെ ഉത്തരവാദി കോൺഗ്രസുമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് മത്സരിക്കാൻ തുടക്കത്തിൽ നിങ്ങൾക്ക് ഉത്സാഹം ഉണ്ടായിരുന്നില്ല. ഇതൊരു അനാവശ്യ തെരഞ്ഞെടുപ്പാണ് എന്ന അഭിപ്രായം പറഞ്ഞ് നിങ്ങൾ സ്ഥാനാർത്ഥി നിർണയമൊക്കെ ലാഘയിപ്പിക്കുകയായിരുന്നു. ആയിക്കോട്ടെ, അപ്പോ അത്രയ്ക്ക് വലിയ ആവേശമുള്ളവർ ചെയ്ത വികസനത്തിന്റെ പേര് പറഞ്ഞ് വോട്ടുപിടി. ആവേശത്തിൽ ഉള്ളവരെ ചെയ്ത ഞങ്ങൾ 2024 ചെയ്ത വികസനത്തിന്റെ പേര് അത് പറഞ്ഞു വോട്ടുപിടി. ഓക്കെ, ജയപരാജയങ്ങളെ കുറിച്ച് നമുക്ക് അഭിപ്രായം ചോദിക്കുന്നില്ല. അത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഘട്ടത്തിൽ അത് അത്ര ശരിയുമല്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്